ഭക്ഷണം തേടി അലയുന്ന പലതരത്തിലുള്ള മൃഗങ്ങളെ നമുക്ക് മിക്ക രാജ്യങ്ങളിലെ തെരുവുകളിൽ കാണാം. അത് ചിലപ്പോൾ പശു, നായ, കുതിര, പൂച്ചകൾ തുടങ്ങി ആ ലിസ്റ്റ് അങ്ങനെ നീളുകയാണ്. ഇന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളും ജനങ്ങളുടെ സുരക്ഷയും മൃഗങ്ങളുടെ ക്ഷേമവും സംരക്ഷിക്കാൻ പെടാപ്പാടുപെടുന്ന കാഴ്ച പതിവാകുകയാണ്. മാത്രമല്ല, ഇന്ന് പല ജില്ലകളിലും അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വന്ധീകരണം കൃത്യമായി നടത്താൻ കഴിയാത്തതാണ്. ഇപ്പോൾ തെരുവുനായ ശല്യം സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ്. അതിനാൽ തന്നെ ഇന്ത്യയൊട്ടാകെ തെരുവുനായ ശല്യം വിവാദ വിഷയം കൂടിയാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാജ്യത്തെക്കുറിച്ച് നോക്കാം. നെതർലാൻഡ്സ്. ഇവിടെ തെരുവുകളിൽ അലഞ്ഞുതിരിയുന്ന ഒരു നായയെ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഈ രാഷ്ട്രം മനുഷ്യർക്കൊപ്പം തന്നെ മൃഗങ്ങളുടെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. നെതർലാൻഡ്സ് ഈ നേട്ടം കൈവരിച്ചതിന് പിന്നിൽ കൃത്യവും വ്യക്തവുമായ പദ്ധതി തന്നെയാണ്. അതും ഇവിടത്തെ പോലെ വാഗ്ദാനങ്ങളല്ല, മറിച്ച് വർഷങ്ങളെടുത്തുള്ള പരിശ്രമം തന്നെയാണ്. അതിനായി ആദ്യം നിലവിലുള്ള നിയമവ്യവസ്ഥയ്ക്ക് പുറമെ ഭരണകൂടം കർശനമായ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. കൂടാതെ പദ്ധതി ലക്ഷ്യം കണ്ടത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയുമാണ്. ഇതുമായി ബന്ധപ്പെട്ട നെതർലാൻഡ്സ് സ്വീകരിച്ച മാർഗങ്ങളും അത് നടപ്പിലാക്കിയ രീതിയുമെല്ലാം പലപ്പോഴും ചർച്ചകളിലും ഇടം പിടിക്കാറുണ്ട്. നെതർലാൻഡ്സ് ആദ്യം ചെയ്തത് 1990-ൽ ശക്തമായ മൃഗസംരക്ഷണ നിയമങ്ങൾ കൊണ്ടുവന്നു എന്നാണ്. അത് വിജയകരമായി മാറിയത് 2019 മുതലാണ്. ഈ നിയമങ്ങളിൽ പറയുന്നത് വളർത്തുമൃഗങ്ങളെ ഉപദ്രവിക്കുക, ഉപേക്ഷിക്കുക ഇതെല്ലാം വമ്പൻ പിഴകൾ ഈടാക്കുന്ന കുറ്റമാണ്. മാത്രമല്ല, ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങളുമുണ്ട്. അതിൽ തെരുവിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളുടെ വന്ധീകരണം സർക്കാരിന്റെ സഹായത്തോടെ സൗജന്യമായി നടത്താമെന്നതാണ്. മറ്റൊരു പ്രത്യേകതയെ പറയുന്നതും ഇതുതന്നെയാണ്. കൂടാതെ വളർത്തുമൃഗങ്ങളെ വാങ്ങുന്ന രീതിയിലും മാറ്റം വരുത്തി. അതായത് വളർത്തുമൃഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വ്യത്യാസം വരുത്തിയിരിക്കുകയാണ്. ആ പദ്ധതിക്കായി ദേശീയ തലത്തിലാണ് ക്യാമ്പയിനുകളും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തെരുവിലാക്കപ്പെടുന്ന നായ്ക്കൾക്ക് പ്രാദേശിക കമ്മ്യൂണിറ്റികളുമായി ചേർന്ന് ഷെൽട്ടറുകളും ക്രമീകരിച്ചു. കൂടാതെ പൊതുജനത്തിന്റെ സഹകരണത്തിലൂടെ മികച്ച മൃഗക്ഷേമ നിയമങ്ങളും കൃത്യമായി നടപ്പിലാക്കി. അങ്ങനെ പതിയെ പതിയെ നെതർലൻഡ്സിലെ തെരുവുകളിൽ തെരുവു നായ്ക്കൾ അലഞ്ഞു നടക്കാതെയായി. വളർത്തുനായ്ക്കളുടെ ഉടമസ്ഥർ നിരന്തരം പരിശോധനകളും വാക്സിനേഷനും ഉറപ്പാക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.